ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അടുത്ത ആഴ്ചയിലെ എല്ലാവർക്കും പരാതിയും പരിഭവവും ഒക്കെയാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ഇത് അംഗീകരിച്ചേ പറ്റൂ എന്ന് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല. നമ്മുടെ ഗോമതി പ്രിയ നമ്മുടെ ഈ ഒരു കഥയിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതിന് പകരം ആയിട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് പലരുടെയും അഭിപ്രായങ്ങൾ ഞാൻ കമന്റിലൂടെ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. എന്നും ഞാൻ നിങ്ങളുടെ ചിഹ്നമായിട്ട് എന്നും രാവിലെയും വൈകിട്ടും പ്രമോ പറയാനും ഫുൾ വിശേഷം പറയാനും എന്നും ഞാൻ നിങ്ങളുടെ ചിഹ്നമായിട്ട് വരുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ബോറാക്കുന്നൊന്നുമില്ല. നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്ന് നമ്മള് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ സച്ചി അച്ചമ്മയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അച്ചമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചിനെ കുറിച്ച് പറഞ്ഞപ്പം സച്ചിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നു പോയിട്ടോ. ഏതായാലും സച്ചി ജസ്റ്റ് അവിടെ ഒന്ന് വന്നു പോകുന്നത് വേറെ ഒന്നും അല്ല, അവിടെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വരുന്നതാണ്. അപ്പൊ ഇനി വരുമ്പോ രേവതിനെയും കൊണ്ടൊക്കെ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചിയോട് അച്ചമ്മ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നു. ഫോൺ ബെല്ലടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത ആള് പോകാൻ വേണ്ടി വിളിക്കുന്നത്. ഒരാളെ ട്രിപ്പ് കൊണ്ട് വന്നാണല്ലോ, അയാൾ പോകാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ സച്ചി അച്ചമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടടിച്ച് പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ ചന്ദ്രനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാമൻ. ഏത് മാമനാന്ന് നിങ്ങൾക്ക് പിടികിട്ടിയില്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ഇന്നത്തെ വിശേഷം കണ്ടപ്പോൾ മനസ്സിലായി കാണൂലേ ഏത് മാമനാ വിളിച്ചതെന്ന്. നമ്മുടെ പി എ ആണ് വിളിച്ചിരിക്കുന്നത്. ശ്രുതിയുടെ ശത്രു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ വിവരം അറിഞ്ഞ് നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിപ്പോവുകയാണ്. ഏതായാലും ശ്രുതിയൊക്കെ ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. മാമനാണെങ്കിലും അപ്പനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ, മലേഷ്യയിൽ നിന്ന് കോള് വന്നതും നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ്. അങ്ങനെ ചന്ദ്ര അങ്ങോട്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്റെ ഈശ്വര, ഏതായാലും കോടീശ്വരി ആകാൻ പോവാണല്ലോ. അപ്പോഴത്തേക്കാണ് അവിടെ 2 പേര് വന്നത്, പലിശക്കാര്. അത് ഞാൻ ഇന്നലത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് ഇന്ന് കാണിച്ചില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന ആഴ്ചയിലാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. 2 പലിശക്കാരെന്ന് പറഞ്ഞാല് ആ ഫൈനാൻസർ വിട്ടേക്കുന്നതാണ് കേട്ടോ 2 പേരെ. അങ്ങനെ അവര് വന്നിട്ട് എത്രയും പെട്ടെന്ന് പലിശ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയൊക്കെയോ നമ്മുടെ ചന്ദ്ര രവീന്ദ്രന്റെ കണ്ണിൽ പെടാതെ അവരവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര നേരെ പലിശ അടയ്ക്കാൻ വേണ്ടി ഈ പൈസ എടുത്തോണ്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചി കുറച്ച് കഴിയുമ്പോഴത്തേക്കും സച്ചി വരുന്നുണ്ട്. അങ്ങനെ സച്ചി വന്നു. സച്ചി രേവതിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. രേവതിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ആരെ കാണണമെന്ന്, രേവതിയുടെ അമ്മേനെ. അതുകൊണ്ട് രേവതി പറഞ്ഞത് പ്രകാരം സച്ചി പലിശ അടയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിനെ വഴിയിലിറക്കി വിടാലോ, വീട്ടിലിറക്കി വിടാലോ എന്നും പറഞ്ഞാണ് പോകുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ ചന്ദ്രയുടെ പണം കട്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ ശരത്തിന്റെ മനസ്സിൽ വലിയൊരു മുറിവേറ്റ് കിടക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ചന്ദ്രനെ പാഠം പഠിപ്പിക്കണം എന്ന ആ ഒരു ചിന്ത നമ്മുടെ ശരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല കാര്യമല്ല. ശരത്തിന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് കൂടിയിട്ട് ആ ഒരു പണം കയ്യിലിരിക്കുന്ന ബാഗ് തട്ടിപ്പറിക്കുകയാണ് കേട്ടോ. അങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ചന്ദ്രയുടെ കയ്യിലിരുന്ന പൈസ മുഴുവൻ പോയി. ചന്ദ്ര എന്റെ ഈശ്വര, പൈസ പോയല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനും പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരുമല്ലോ. കാരണം വേറൊന്നുമല്ല, ഇനി ഈ പൈസ കിട്ടണമെങ്കിലും കുറച്ച് പാടൊക്കെ തന്നെയാണ്. കേസ് കൊടുത്താലും ഇത് കള്ളനെ കണ്ടുപിടിക്കണം, പോണം, എടുക്കണം. അതിനിടയിൽ കള്ളത്തരമല്ലോ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ കാര്യം പോക്കുമായി. അതുകൊണ്ട് ചന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഈ സമയമാണ് നമ്മുടെ രേവതിനെ സച്ചി വീട്ടിൽ കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഒരു ഫോൺ വരികയും പെട്ടെന്ന് ഓട്ടം വരാനും പറഞ്ഞു. അപ്പൊ രേവതിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ഈ പലിശ കൊണ്ടുപോയി കൊടുക്കുക ഫൈനാൻസറുടെ കയ്യില്. ഏതായാലും എന്നിട്ട് നീ ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളാൻ പറഞ്ഞു നമ്മുടെ രേവതിയോട്. രേവതി പറഞ്ഞു, അതിനിപ്പോ എന്താ, ഞാൻ കൊണ്ട് കൊടുത്തോളാന്ന് പറഞ്ഞു. ഇതേസമയം ചന്ദ്ര ഫൈനാൻസറുടെ അടുത്ത് പോവാണ് കേട്ടോ. എന്തെങ്കിലും കാര്യം പറയണം, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും ഫൈനാൻസർ. അതുകൊണ്ട് ആ ഒരു ഫൈനാൻസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ചന്ദ്ര കാര്യം അവതരിപ്പിക്കുകയാണ്. അപ്പൊ ചന്ദ്ര ചെന്നതും അയാള്, ചന്ദ്രമതി വന്നോ, കേറി വാ. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പലിശയും തരാൻ താമസിച്ചു, ഈ പ്രാവശ്യത്തെ പലിശയും തരാൻ താമസിച്ചോണ്ടാട്ടോ ഞാൻ വീട്ടിൽ ആളെ പറഞ്ഞു വിട്ടത്. ഏതായാലും ആളെ പറഞ്ഞു വിട്ടാലും ഇങ്ങോട്ടേക്ക് വരത്തുള്ള നായല്ലേ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം പറയാനുള്ളത്? പൈസ ഇല്ലേ? പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ മാലയോ വളയോ എന്തെങ്കിലും ഊരി തന്നാ മതി. അതെങ്ങനെയാണ് ഞാനിപ്പോ ഊരി തരുന്നത്? എന്റെ കയ്യിൽ ഈ കിടക്കുന്നതൊക്കെ ഗോൾഡിന്റെ സാധനങ്ങളാ. പിന്നെ ഈ താലിമാല മാത്രമേ ഉള്ളൂ. ഇതതിന് തികയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
അല്ല പിന്നെ നിന്റെ ഉദ്ദേശം എന്താന്ന് ചന്ദ്രയോട് ചോദിച്ചപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മാസം കൂടെ എനിക്ക് അവധി തരുമോ? 2 പ്രാവശ്യത്തെ പലിശ പൈസയും കൂടെ ഒത്തുചേർത്ത് ഞാൻ കൊണ്ടുതരാം. പ്ലീസ് അതൊന്ന് നിങ്ങൾ കേൾക്കണം. എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുക. എന്തബദ്ധമാ ചന്ദ്രൻ നിനക്ക് പറ്റിയത്? അത് വേറൊന്നുമല്ല, എന്റെ കയ്യിലിരുന്ന പൈസയെ കുറച്ച് പേര് പിടിച്ചു പറിച്ചോണ്ട് പോയി. ഓഹോ, അടുത്ത അടവുമായിട്ട് ഇറങ്ങിയേക്കല്ലേ? അതെ, ഇതൊക്കെ സ്ഥിര അടവ് തന്നെയാ. ഇവിടെ വരുന്നവർ ഇതൊക്കെ പല അടവും പ്രയോഗിച്ച് പറയാറുണ്ട്. ഏതായാലും പലിശ തരാതെ ചന്ദ്രനെ നിന്നെ വിടുന്ന ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഏതായാലും ഒരു വിധത്തിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞ് കാല് പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അയാൾ സമ്മതിക്കുന്നില്ല. പലിശക്കാരനാണല്ലോ. പെട്ടെന്ന് അവിടെ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീനെ വിളിച്ചിട്ട് ഈ ചന്ദ്രനെ കൊണ്ട് പൂട്ടിയിടാൻ പറഞ്ഞു. ഇത് കേട്ടത് ചന്ദ്രൻ ഞെട്ടിപ്പോയി. എന്തിനാ എന്നെ പൂട്ടിയിടുന്നത്? അതെ, പലിശ തരാൻ നിന്റെ കയ്യിലില്ലല്ലോ, അപ്പൊ നീ ഇവിടെ കിടക്ക്. കുറച്ച് ദിവസം നിന്നെ കാണാതെ വരുമ്പോൾ നിന്റെ വീട്ടുകാർ അന്വേഷിച്ചു വരുമ്പം അവര് തന്നോളും, പലിശയും മുതലും ഒക്കെ തന്നോളൂ എന്ന് പറയുമ്പോൾ അയ്യോ സാറേ എന്നെ പൂട്ടിയിടല്ലേ സാറേ, പ്ലീസ് സാറേ എന്നെ പൂട്ടിയിടല്ലേ സാറേ എന്ന് പറഞ്ഞെങ്കിലും അവിടെ നിൽക്കുന്ന ആ സ്ത്രീ കൊണ്ടുപോയി നേരെ നമ്മുടെ ചന്ദ്രനെ ഒരു റൂമിനകത്തേക്ക് പൂട്ടിയിടുകയാണ് കേട്ടോ. ഇതേ സമയമാണ് നമ്മുടെ രേവതി ഫൈനാൻസറുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഫൈനാൻസറുടെ അടുത്തേക്ക് രേവതി വന്നു. രേവതിനെ കണ്ട ഉടനെ തന്നെ അയ്യോ എവിടെയോ കൊച്ചിനെ പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സച്ചിയുടെ ഭാര്യയാന്ന് പറഞ്ഞു. മനസ്സിലായി. എന്തിയാ സച്ചി വരാത്തത്? അത് പിന്നെ സച്ചിയേട്ടൻ വരാത്തത്, സച്ചിയേട്ടൻ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, കുറച്ച് ലോങ് ഓട്ടോ ആന്ന് പറഞ്ഞു. ലോങ് ഓട്ടോവോ? അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആണല്ലേ, എങ്കിൽ പിന്നെ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് ഏതോ ഒരു സ്ത്രീ കടന്ന് അയ്യോ എന്നെ ഇറക്കി വിടോ പ്ലീസ്, എന്നെ ഇറക്കി വിടൂ എന്ന് പറഞ്ഞ് കാറുന്ന ശബ്ദം കേട്ടത്. അത് നമ്മുടെ രേവതി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ രേവതി ചോദിച്ചു ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയോട്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു അതെ, പലിശ തരാത്ത ഒരു പെണ്ണുപിള്ളയെ പൂട്ടിയിട്ടേക്കുന്നതാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ആ ഫൈനാൻസർ പറഞ്ഞത് അതെ, പലിശ തരാത്ത ഒരു പെണ്ണുപിള്ളയൊക്കെ തന്നെയാ, പക്ഷേ പെണ്ണുപിള്ളയുടെ കയ്യിലിരിപ്പ് ശരിയല്ല, കള്ളം മാത്രമേ പറയത്തുള്ളൂ, കയ്യിലിരിക്കുന്ന പൈസ ആരാണ്ട് അടിച്ചോണ്ട് പോയി എന്നാ പറയുന്നത്. അതുമല്ല, വീട്ടിലറിയാതെയാണേ ഇപ്പൊ ഈ പരിപാടിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതായാലും എന്റെ പൈസ മുതലൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ആ സ്ത്രീനെ ഇവിടെ അടച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞപ്പം അതൊക്കെ നല്ല പരിപാടിയാണോ സാറേ എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ നല്ല പരിപാടി അല്ലാതെ അല്ല, പൈസ മേടിച്ചിട്ട് അതിന്റെ പലിശയും തരാതെ മുതലും തരാതെ നടക്കുന്ന നല്ല പരിപാടിയാണോ രേവതി എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവരുടെ കയ്യിൽ ഇപ്പൊ കാണത്തില്ലാഞ്ഞിട്ടായിരിക്കില്ലേ. അതൊന്നും ഇവിടെ എനിക്ക് പ്രസക്തിയേ അല്ല. എനിക്ക് പലിശ അതാത് മാസത്തിൽ കറക്റ്റ് സമയം കിട്ടണം. 2-3 ദിവസം മുടങ്ങിയാൽ ഞാൻ സഹിക്കും, പക്ഷെ 4ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് ചെല്ലും. അങ്ങനെ ആ പെണ്ണുപിള്ളയുടെ വീട്ടിൽ ചെന്നിട്ട് ആ പെണ്ണുപിള്ള ഇങ്ങോട്ട് വന്നത് ഹട്ടവിന്റെ അങ്ങേയറ്റെന്ന് പറയാം, അല്ലാതെ പിന്നെ എന്താ പറയുക. ഏതായാലും രേവതി വിട്ടോളാൻ പറഞ്ഞു. ഏതായാലും രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ആ വാതിൽ കിടന്ന് ഭയങ്കര തട്ട. രേവതി നോക്കിയപ്പോൾ പരിസരത്ത് ആരും ഇല്ല കേട്ടോ. പതുക്കെ നമ്മുടെ രേവതി അതിലേക്കൂടെ ചെന്ന് ജനലിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദാ ഇരിക്കുന്നു ചന്ദ്രയുടെ സൗണ്ടുവാ. അപ്പം തന്നെ ഏകദേശം എല്ലാം മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി അമ്മയെന്ന് വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് ചന്ദ്ര ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് ഇങ്ങനെ മാറുക. എന്നിട്ട് രേവതിയോട് പറഞ്ഞു രേവതി നീ പൊക്കോളാൻ പറഞ്ഞു. ചന്ദ്രയ്ക്ക് വെപ്രാളം, രേവതി എല്ലാം അറിഞ്ഞാലോ. അങ്ങനെ രേവതി പറഞ്ഞു അമ്മ എന്താ ഇവിടെ? അത് പിന്നെ ഒന്നുമില്ല, നീ ഇപ്പൊ പൊക്കോ, ഞാൻ വീട്ടിലേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. ഏതായാലും ഇത് കണ്ടപ്പോൾ എന്തോ പന്തികേട് മനസ്സിലായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അല്ല, അമ്മ ഇവിടുന്ന് പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ടോ? അമ്മ പലിശ കൊടുക്കാത്തോണ്ടാണോ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് അമ്മേനെ? അയ്യോ അമ്മ ഇത് എന്താ അമ്മ ഇത്? ഏതായാലും ഞാൻ സച്ചിനെ വിളിക്കാൻ പോകുന്നുണ്ട്. അയ്യോ നീ സച്ചിനെ വിളിക്കില്ല രേവതി, സച്ചിനെ വിളിക്കില്ലെന്ന് പറഞ്ഞു. രേവതി സച്ചിനെ വിളിക്കാതിരിക്കുമോ? രേവതി ഉടനെ ഫോൺ എടുത്ത് സച്ചിനെ വിളിച്ചു. സച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ സച്ചേട്ട എവിടെയാണെന്ന് ചോദിച്ചു. അത് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഓട്ടം വന്നതല്ലേ ഉള്ളൂ, അത് പിന്നെ അമ്മേനെ ഇവിടെ ആ ഒരു ഫൈനാൻസർ പൂട്ടിയിട്ടേക്കുമെന്ന് പറഞ്ഞു. ഏതമ്മേനെ? അല്ല നിന്റെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആണോ? എന്റെ ബന്ധത്തിലുള്ള ആരുമല്ല, സച്ചേട്ടന്റെ അമ്മേനെ. എന്റെ അമ്മേനെയോ? ചന്ദ്രമതിനെയോ? അതെ, അമ്മേനെ പൂട്ടിയിട്ടേക്കുവാ. അമ്മ ഇവിടെ കിടന്ന് കരയുമായിരുന്നു ഞാൻ വന്നപ്പോഴെന്ന് പറഞ്ഞപ്പം അപ്പൊ എന്താ അങ്ങനെ അവിടെ പൂട്ടിയിടാൻ കാരണം? എന്തോ അമ്മ ഇവിടുന്ന് പലിശയ്ക്കെങ്ങാണ്ട് പൈസ മേടിച്ചിട്ടുണ്ടെന്നോ അത് കൊടുത്തില്ലെന്നൊക്കെയാ പറയുന്നത്. ഓഹോ അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ ഉടനെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അല്ലെ നീ അച്ഛനെ വിളിക്കണ്ട, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഏതായാലും ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ സച്ചി രവീന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇത് കേട്ടപ്പോൾ വല്ലാത്ത അതിശയം. നമ്മുടെ ചന്ദ്ര പലിശയ്ക്ക് പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതായാലും രവീന്ദ്രനും സുധീനെയും കൂട്ടി വന്നു. സുധിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, പക്ഷെ രവീന്ദ്രനെ വിളിച്ചിട്ട് സുധിക്ക് വരാതിരിക്കാൻ പറ്റത്തുമില്ല, അമ്മേനെ പൂട്ടിയിട്ടേക്കുവാണല്ലോ. അങ്ങനെ ഈ ഫൈനാൻസർ എടുത്ത് വന്നു. രേവതിയും സച്ചിയും രവീന്ദ്രനും എല്ലാം കൂടി ഈ ഫൈനാൻസർ എടുത്ത് വന്നങ്ങോട്ട് നിന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അകത്ത് പൂട്ടിയിട്ടേക്കുന്നത് ഞങ്ങളുടെ അമ്മേനെയാ, ഞങ്ങളുടെ അമ്മേനെ ഇപ്പം ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പം ഓഹോ അപ്പൊ സച്ചി നിന്റെ അമ്മയാണോ ഈ പറഞ്ഞ ചന്ദ്രമതി? അതെ എന്റെ അമ്മയാ. അല്ല എന്തിനാ പൂട്ടിയിട്ടേക്കുന്നതെന്നോ? അതെ നിന്റെ അമ്മയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നടാ സച്ചി. ഏതായാലും നിന്റെ അമ്മയാണെങ്കിലും നിന്റെ ആരാണെങ്കിലും ആ സ്ത്രീ കുറച്ച് മുറ്റ് തന്നെയാ.
അതെ, ആ സ്ത്രീനെ ഞാൻ വെറുതെ അല്ല പൂട്ടിയിട്ടേക്കുന്നത്. ആ പുള്ളിക്കാരി എൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. ആദ്യം 10 രൂപ മേടിച്ചു, പിന്നെ 5 രൂപ മേടിച്ചു, അങ്ങനെ 15 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇപ്പൊ പലിശയും തരുന്നില്ല. 1,50,000 രൂപ പലിശ തരാനുണ്ട്. ആ പലിശ തരാതെ പുള്ളിക്കാരി പല അടവുകൾ പറയുന്നു. പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പൈസ കാണാതെ പോയെന്നോ ആരോ എടുത്തോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. ഞാൻ അത് വിശ്വസിക്കണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം അതെനിക്കറിയാം, അല്ലെങ്കിലും ആ പെണ്ണുപിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചന്ദ്രമതി എന്ന് പറയുന്ന ആ പെണ്ണുപിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാരറിയാതെ ഇതൊക്കെ ചെയ്തതെന്ന്. ഏതായാലും പ്രമാണമായി ഇവിടെ കൊണ്ട് പണയം വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞെട്ടിപ്പോയില്ലേ സച്ചിയും നമ്മുടെ രവീന്ദ്രനും രേവതിയൊക്കെ ഞെട്ടിപ്പോയി. ഏതായാലും സച്ചി, ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നല്ലേ. അതെ, അമ്മേനൊന്ന് വിളിക്കാൻ പറഞ്ഞു. അമ്മേനെ ഇപ്പൊ പുറത്തിറക്കി വിടണമെന്ന് പറഞ്ഞു. പുറത്തൊക്കെ ഇറക്കി വിടാം, ഏതായാലും നിങ്ങൾ വന്നല്ലോ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ ഇരുന്നത്. ആ സ്ത്രീയുടെ വീട്ടുകാരെ ഒന്ന് കാണണം എന്നോർത്തായിരുന്നു. ഏതായാലും സച്ചി നിന്റെ അമ്മയാന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മയായിരുന്നെങ്കിൽ ഞാൻ ഇത് മുമ്പേ നേരത്തെ നിന്നോട് പറഞ്ഞേനെ. അല്ല സച്ചി, നിന്റെ അമ്മയ്ക്ക് എന്താ ഈ സ്വഭാവം? നീ കറക്റ്റ് പൈസയൊക്കെ തരുന്നതാണല്ലോ. എന്ത് ചെയ്യാനാ, അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. ഏതായാലും ചന്ദ്രമതിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ പെണ്ണുമുള്ളിയോട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീയോട് പറയുമ്പോൾ ആ സ്ത്രീ പോയി ചന്ദ്രമതിനെ ഇറക്കിക്കൊണ്ട് വന്നു. ചന്ദ്രമതി ഇങ്ങനെ തലയിൽ കൈവച്ച് പോയിട്ടോ. കാരണം ഇവരെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമോ, രേവതി കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെ ചന്ദ്ര വന്ന ഉടനെ തന്നെ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു. നീ ഇവിടുന്ന് പലിശയ്ക്ക് പൈസ എടുത്തോ, അതും വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ട്? നീ ആരോട് ചോദിച്ചിട്ട് ഈ ധിക്കാരം ചെയ്തതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. ഒരു ഒറ്റ അടി അടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും സുതി കയറി പെട്ടെന്ന് തടഞ്ഞു. അയ്യോ അമ്മേനെ ഒന്നും ചെയ്യരുതേ എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചങ്ങ് തടഞ്ഞു വെച്ചു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ വിടറാന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഫൈനാൻസർ പറഞ്ഞു, അതെ എന്തെങ്കിലും തല്ലലും അടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പോയി മതി, ഇവിടെ നിന്ന് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഓഹോ നിങ്ങൾ കൊള്ളാലോ, നിങ്ങളെ ആരെയായിരുന്നു കള്ളാന്ന് വിളിച്ചത്? ആ പാവൻ ചെറുക്കനെ നിങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടില്ലേ രേവതിയുടെ അനിയനെയും അതുപോലെ വീട്ടുകാരെ മൊത്തം. വീട്ടിൽ നിങ്ങൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടല്ലേ നിങ്ങൾ കള്ളെന്ന് പറഞ്ഞ് പാവത്താനായ ആ ചെറുക്കനെ നിങ്ങൾ പറഞ്ഞത്? ഓഹോ നിങ്ങൾ എന്നിട്ട് ഈ പരിപാടി കാണിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എങ്കിലും ചന്ദ്രൻ നീ ഇത് ചെയ്തല്ലോ. അന്ന് സച്ചിയുടെ വണ്ടി ഇറക്കാൻ വേണ്ടി പ്രമാണം പണയം വെക്കാൻ പോയപ്പം നീ വീട്ടിനെ കുറിച്ചും പ്രമാണത്തെക്കുറിച്ചും ഒക്കെ വലിയ ഇതും പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നീ ഇത് ഈ പ്രമാണം പണയം വെച്ചത് കൊണ്ടാണ് അന്ന് നീ പ്രമാണം അത് പണയം വെക്കണ്ട, വീട്ടിലെ എല്ലാവർക്കും ഉൾപ്പെട്ടതാണ്, അതുകൊണ്ട് അത് പണയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടില്ലാതാവൂല എന്നൊക്കെ പറഞ്ഞത്. എടി ചന്ദ്രൻ നിനക്ക് നാണമില്ലേടി? നിനക്ക് ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ നിനക്ക് ഉളുപ്പില്ലേടി എന്ന് ചോദിച്ചു. ഒരക്ഷരം ഇണ്ടാതെ ചന്ദ്ര കുനിഞ്ഞു നിൽക്കുകയാണ്. ഏതായാലും ഫൈനാൻസർ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എല്ലാവരും ഒപ്പിട്ട് തന്നാലേ ഇനി വിടത്തുള്ളൂ, ഏതായാലും എല്ലാവരും ഇവിടെ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതല്ല നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഇത് എൻ്റെ പേരിലും കൂടെ ഉള്ള വീടാ, അപ്പൊ പിന്നെ ഒരാള് വരുമ്പോൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫൈനാൻസർ പറഞ്ഞു, അത് പിന്നെ വേറെ ഒരു രീതിയിലും അല്ല, ഈ പെണ്ണുമ്പിള്ള ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഏതാണ്ട് തളർന്ന് കിടക്കുവാണെന്നോ നിങ്ങൾക്ക് തളർവാദമാണെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങളുടെ അവിടെ വന്ന് ഒപ്പ് മേടിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഞങ്ങള് ഈ പെണ്ണുപിള്ളയ്ക്ക് പൈസ കൊടുത്ത്. ഇത്രയും നുണ പറയുന്ന സാധനമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി വിളിക്ക്, ശ്രീകാന്തിനെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. കാരണം എല്ലാ മക്കളും ഒപ്പിടണം, അച്ഛനും ഒപ്പിടണം, അപ്പം മരുമക്കളും ഒപ്പിടണം. അപ്പം അതുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചു വരുത്തി. ശ്രീകാന്ത് ഇത് കേട്ടപ്പോൾ തലേ കൈ വെച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു, എന്ത് പരിപാടി അമ്മയെ കാണിച്ചത്? അമ്മ ഇതെല്ലാം എന്തിനാ അമ്മ സുതിക്ക് കൊടുത്തത്? അമ്മയ്ക്ക് എന്താ സുതി മാത്രമുള്ള മകനായിട്ട്? ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി, എന്നിട്ട് പോലും ഞാൻ അച്ഛൻ്റെ ഒരു നയാ പൈസ ചോദിച്ചിട്ടില്ല. അമ്മ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാടിനെ പ്രസവിച്ചിട്ടുള്ളോ, ഞങ്ങൾ രണ്ടും അപ്പം ഈ വീട്ടിലെ ആരുമല്ലേന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടാൻ വാക്കുകളില്ല. ഏതായാലും അവിടെ എല്ലാം ഒപ്പൊക്കെ വെച്ചിട്ട് വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അങ്ങ് എല്ലാവരും അകത്ത് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും കയറി പോകണ്ട, അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. ഇതേ ഇപ്പൊ ഒരു കോടതിയാ, എന്തിനു പൈസ എടുത്തു, ആർക്ക് കൊടുക്കാൻ എടുത്തു, എന്ത് ചെലവിനെടുത്തു, അതെല്ലാം ഇവിടെ ബോധിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡെസ്ക് അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അതിലെ കയറ്റി അങ്ങോട്ട് നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ട് നിർത്തി. ജഡ്ജായിട്ട് നമ്മുടെ രവീന്ദ്രനെയും വെച്ചു. ഏതായാലും അവിടെ വക്കീലായിട്ട് നമ്മുടെ സച്ചി. ഏതായാലും സച്ചി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി പൈസ എടുത്തു അത് പറയണമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ചോദിച്ചപ്പം. അപ്പോഴാണ് ജഡ്ജായി നിൽക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എടി ചന്ദ്രേ പറ, എന്തിനു വേണ്ടിയാണ് നീ പൈസ എടുത്തതെന്ന് ചോദിച്ചു.
അപ്പം നമ്മുടെ ശ്രുതിയൊക്കെ അപ്പോൾ ഉണ്ട് കേട്ടോ, ആ സ്പോട്ടിൽ ശ്രുതിയൊക്കെ വന്ന് എല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു അത് പിന്നെ ഞാൻ പൈസ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ രവിയേട്ട കല്യാണത്തിന് കുറച്ച് ചിലവുകൾ. അപ്പൊ സച്ചി പറഞ്ഞു ദേ മിണ്ടിപ്പോകരുത്, കല്യാണ ചെലവോ, കല്യാണത്തിന് എന്താ ഈ 10-15 ലക്ഷം രൂപയുടെ ചെലവ് വരാന്. അപ്പൊ രേവതിയും പറഞ്ഞു അമ്മേ കല്യാണത്തിന് അത്രയും ചെലവ് വരില്ലല്ലോ, ഒരു അമ്പലത്തിൽ വെച്ചല്ലേ കല്യാണം നടത്തിയതെന്ന് പറഞ്ഞപ്പം അപ്പൊ രവീന്ദ്രനും പറഞ്ഞു അത് ശരിയാണല്ലോ, കല്യാണം ചെലവില്ലാതെയല്ലേ നടത്തിയത്, അതിന് കൂടി പോയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോ 1 ലക്ഷം രൂപയുടെ ചെലവ്, അല്ലെ 2 ലക്ഷം രൂപയുടെ ചെലവ്, അല്ലെ പോട്ടെ 5 ലക്ഷം രൂപയുടെ, ബാക്കി പൈസ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാന് സുധിയുടെ കല്യാണത്തിന് ആ സമയത്ത് സുധിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ, ജോലി ഇല്ലാതെ അവനെ എങ്ങനെയാ വിവാഹം കഴിപ്പിക്കുന്നത്. അപ്പം ശ്രുതിയാണെങ്കിൽ പല വീടുകളിൽ പോയായിരുന്നു ഈ ഒരു ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പിന്നെ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ പൈസ ശ്രുതിക്ക് കൊടുത്തതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സച്ചി 2 കൈകൊട്ട് അങ്ങോട്ട് കൊട്ടിയില്ല, പടയെന്ന് കൊട്ടിയിട്ട് കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ, ഓഹോ എടി പെരുങ്കള്ളി പൗഡർ എടുത്തി, അപ്പൊ നീ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പഴാടി നീ ചങ്കരനൊത്ത ചക്കിയായത്, കാരണം കണ്ടില്ലേ സുധിയെ പോലെ തന്നെ പറ്റിയ കൂട്ടുകെട്ടാണല്ലോ നിങ്ങൾ തമ്മില്. ഓഹോ അപ്പം അതിനു വേണ്ടിയാണ് അമ്മ പൈസ കൊടുത്തതല്ലേ, ഓഹോ കൊള്ളാം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മണ്ടത്തരം പറഞ്ഞായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്കറിയില്ല. ഫൈനാൻസറുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നൊരു ചോദ്യം, അതായത് സുധിക്ക് വേണ്ടി എന്തിന് പൈസ കൊടുത്തു എന്ന്. അപ്പം അവിടെ വെച്ച് പറയാത്ത കാര്യം എങ്ങനെ ഇവിടെ വരുമ്പോൾ പറഞ്ഞു. അപ്പം അവിടെ വെച്ച് നമ്മുടെ ശ്രീകാന്തിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ, അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആട്ടോ. അവിടെ വെച്ച് ഇതൊന്നും ചോദിക്കുന്നില്ല, അവിടെ വെച്ച് പൈസ നമ്മുടെ ചന്ദ്ര എടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നത്. കാരണം ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ മക്കളല്ലേ സുധി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്. കാരണം ഒരു തെറ്റ് പറ്റി അത് തിരുത്തിട്ട് പോകുന്നതാണല്ലോ നല്ലത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശ്രീകാന്തും അങ്ങ് ചോദിച്ചു. ശ്രീകാന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു അത് പിന്നെ എനിക്ക് മാത്രമല്ല ഇവിടെ ജോലി ഇല്ലാത്തുള്ളായിരുന്നു, ബാക്കി എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നിട്ട് നീ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. നീ മിണ്ടരുത്, മിണ്ടിട്ടോട്ടെ നിന്റെ നാക്ക് വലിച്ചൂരെന്ന് പറഞ്ഞു. നിന്റെ മാത്രമല്ല ഈ നിൽക്കുന്നവളുടെ നാക്ക് വലിച്ചൂരെന്ന് പറഞ്ഞു. എടി പെരുങ്കള്ളി, നിനക്കൊരു വാക്ക് പറയായിരുന്നല്ലോ, അട്ട് നീ എന്തിനാ അത് മറച്ചു വെച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോൾ എന്തിനാ മോളെ അത് മറച്ചു വെച്ചത്, മോക്ക് പറയായിരുന്നല്ലോ, ഇതൊക്കെ മോക്കറിയാമെങ്കിൽ മോക്കൊരു വാക്ക് പറയത്തില്ലായിരുന്നോ, മോൾ എന്തിനാ ഇത് മറച്ചു വെച്ചത്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അവളെ ആരും കുറ്റപ്പെടുത്തണ്ട, ശ്രുതിമോളെ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഞാനാ പറഞ്ഞത്, ഞാൻ ആരോടും പറയണ്ടെന്ന് ശ്രുതിമോളോട് പറഞ്ഞത്, ശ്രുതിമോള് പറഞ്ഞത് ഇതാ അറിയാതെ ചെയ്യരുതെന്ന്. പിന്നെ നിങ്ങൾ എന്താ ഇത്ര പറയാന്, അതെ അവളുടെ മാമനെന്ന് മലേഷ്യയിൽ നിന്ന് വിളിച്ചായിരുന്നു, മലേഷ്യയിൽ നിന്നൊക്കെ വിളിച്ച അവളുടെ മാമന് ഉടനെ തന്നെ ഇങ്ങോട്ട് അച്ഛനെയും കൂട്ടിയൊക്കെ വരും, അപ്പം നിങ്ങളുടെ പൈസയും പലിശയും എല്ലാം നിങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ മിണ്ടിപ്പോകരുത്, ഇനി മലേഷ്യയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു രവീന്ദ്രൻ. നിന്റെ ഒരു മലേഷ്യയും നിന്റെ ഒരു ബ്യൂട്ടി പാർലറും ചന്ദ്രമതി എന്നുള്ള പേരും ഇതെല്ലാം കണ്ടപ്പോഴേ എനിക്കന്ന് തോന്നിയതാ. എങ്കിലും ശ്രുതി നീ ഇത് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്തല്ലോ, നിങ്ങൾ നിങ്ങളുടെ സുധിയുടെ ഭാര്യയ്ക്ക് ഇട്ടുകൊടുത്തല്ലോ ബ്യൂട്ടി പാർലർ. ഈ സ്ഥാനത്തിന്റെ രേവതി ഒരു പൂക്കട അങ്ങ് വലിയൊരെണ്ണം ആ എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ വല്ല ഇട്ട് തരാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ, ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവള് വെറും പൂക്കാരിയാടാ, അതുപോലെയല്ല എൻ്റെ ശ്രുതിമോൾക്ക് ഈ പൈസയൊക്കെ 15 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാ. കാരണം അവളുടെ അച്ഛൻ കോടീശ്വരൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു. ദേ ഞങ്ങളുടെ അമ്മയുടെ അച്ഛന് കുറച്ച് വെളിവും ബോധമൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ അച്ഛന്. ആ അമ്മയുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെയും കൂടെ പേരിൽ ഈ വീട് എഴുതി വെച്ചത് എന്തിനാണെന്ന് അറിയാമോ, നിങ്ങളുടെ ഈ ഒരു ഒറ്റ സ്വഭാവം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ വായ അടപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും പുകിലും പൂരവുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ രേവതിയുടെ മാറ്റം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ. നമ്മുടെ ചന്ദ്രയുടെ കള്ളത്തരം ഏതായാലും അടുത്ത ആഴ്ച പൊളിയാൻ പോവാണ് കേട്ടോ. ചന്ദ്രയുടെ കള്ളത്തരം പൊളിഞ്ഞ് അടുങ്ങി നമ്മുടെ സച്ചിക്ക് ഇനിയിപ്പം കുറച്ച് നാള് ചന്ദ്രനായിട്ട് വാട്ടാനുള്ള സംഭവം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ഭാഗമൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ റൊമാൻസ് ഒക്കെ ഉണ്ട്. ഏതായാലും എനിക്കറിയില്ല നിങ്ങൾ കാണുമോ ഇല്ലയോ എന്നൊന്നും, പക്ഷെ ആരും എന്നെ മിസ് ചെയ്ത് കളയരുത്. ഞാൻ എന്നും 6:50 ആകുമ്പോൾ നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ ചിഹ്നവുമായിട്ടും ഈ സ്വരവുമായിട്ട് തന്നെ വരും കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.